ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിലേക്ക് പോയ വ്ളോഗാണ് ഇടുന്നത്. നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തത് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചെക്ക് ഒക്കെ ചെയ്ത് ബോർഡിംഗ് പാസ് കൈ കിട്ടി. ഇനി നമ്മൾ നേരെ ആ ഗേറ്റിനടുത്തേക്കാണ് പോകേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിസൽഡോർഫ് എയർപോർട്ടിലാണ് കേട്ടോ. ജർമ്മനിയിൽ ഒരുപാട് എയർപോർട്ട്സ് ഉണ്ട്. അതിൽ ഡിസൽഡോർഫ് എയർപോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നടന്ന് ഗേറ്റിൻ്റെ അടുത്തോട്ട് പോവാണ്. ഗേറ്റ് സി ആണ് എൻ്റെ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെന്നിരുന്നു. പിന്നെ ഞാൻ വിശപ്പ് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന ഫുഡ് എടുത്ത് കഴിച്ചു തുടങ്ങി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇരിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഫുഡ് എടുത്ത് വെച്ച് കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചുമ്മാ അവിടെയൊക്കെ നടന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റിലേക്ക് ലഗേജ് കയറ്റുന്ന സംഭവം കണ്ടു. അപ്പോൾ ഞങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. കയറ്റുന്നത് ഇങ്ങനെയാണെങ്കിലും പക്ഷെ ചിലയിടത്ത് ഇറക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോകും. ഇങ്ങനെ ഓരോ റീലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ എടുത്ത് എറിയുന്ന സംഭവമൊക്കെ. പക്ഷെ ഇത് ഒരു മയത്തിലൊക്കെയാണ് വെക്കുന്നത്. ഇനി തിരിച്ചിറക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പുറയിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവർ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഗേറ്റ് ഓപ്പണായി നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മൾ നടന്ന് ഫ്ലൈറ്റിനകത്തോട്ട് ഇനി കയറാൻ പോവുകയാണ്. എനിക്ക് അങ്ങോട്ടുള്ളതിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ട് ഖത്തർ വരെ ഖത്തർ എയർവേസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻഡിഗോ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഖത്തർ എയർവേസിൽ. എങ്ങനെയുണ്ടെന്ന് ഞാൻ എക്സ്പീരിയൻസ് അവസാനം പറയാവേ. എൻ്റെ സീറ്റ് നടുക്കായിരുന്നു കേട്ടോ ഈ ഫ്ലൈറ്റിൽ. ഏകദേശം ഫ്ലൈറ്റിൻ്റെ കറക്റ്റ് നടുക്ക് തന്നെയായിരുന്നു. പിന്നെ സാധാരണ ഫ്ലൈറ്റ്സിലൊക്കെ ടാബ്ലറ്റ് കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ ബാക്കിലായിരിക്കുമല്ലോ ടാബ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതാണെങ്കിൽ നടുക്കായതുകൊണ്ട് ഫ്രണ്ടിൽ വേറെ സീറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ടാബ്ലറ്റ് ഇനി കാണില്ലേ എന്നൊക്കെ. പക്ഷേ എൻ്റെ അപ്പുറത്തിരുന്ന ചേച്ചി ഇങ്ങനെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്തും ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എടുത്തു നോക്കിയപ്പോഴത്തേക്കും കുറേ ഫിലിമൊക്കെ ഉണ്ടായിരുന്നു. ഷാരൂഖ് ഖാനൊക്കെ ഇരിക്കുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു നല്ല സിനിമ കണ്ടുപിടിക്കാമെന്ന് കരുതി കാണാൻ. അങ്ങനെ നോക്കിയപ്പോൾ മലയാളം കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ മലയാളം എടുത്തു. പിന്നെ അതിൽ ഏതെങ്കിലും നല്ല സിനിമ നോക്കി കണ്ടുപിടിക്കാമെന്ന് കരുതി കാണാനായിട്ട്. പക്ഷേ ഏകദേശം മിക്കവാറും എല്ലാ സിനിമകളും ഞാൻ കണ്ടതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഓർത്തു ബ്രൊമാൻസ് കാണാമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ബ്രൊമാൻസ് തീരുമാനിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ ബ്രൊമാൻസ് കാണാനായിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് റെഡിയായി. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു സ്നാക്കും ഒരു ജ്യൂസും കൂടെ വന്നു. ഇത് കോണിൻ്റെ ഒരു സ്നാക്കും അതുപോലെ ജ്യൂസ് നമുക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യായിരുന്നു. ഞാൻ മാംഗോ ജ്യൂസാണ് എടുത്തത്. എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മാംഗോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ മാംഗോ ജ്യൂസാണ് പറഞ്ഞത്. കുടിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സാധനം കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് കരുതിയിട്ട് ഞാൻ അപ്പം തന്നെ ഫുഡ് പൊട്ടിച്ചു. പക്ഷേ ഈ നൂഡിൽസ് ആയിരുന്നു സംഭവം ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ അത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ജസ്റ്റ് ഇല്ല സേമിയക്കകത്തൊരു മസാല ഇട്ട പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത് നല്ല വിശപ്പുള്ളതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു ഇത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഒരു ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് തന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിനിമ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവതാർ കാണാമെന്ന് കരുതി അവതാർ എടുത്തു. പക്ഷെ ഞാനിത് ഓൾറെഡി കണ്ടതായതുകൊണ്ട് അത്ര താല്പര്യം എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനത് മാറ്റി. സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യാബിൻ ക്രൂവിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, എത്താറായി എന്നുള്ളത്. ഞാൻ ഇത്രയും നാൾ ട്രാവൽ ചെയ്തതിലും എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് എയർലൈൻ ഖത്തർ എയർവേസ് തന്നെയാണ്. കാരണം അത്ര നല്ല സർവീസ് ആയിരുന്നു. അതുപോലെ മിനിറ്റിനായിരുന്നു ഓരോരോ ഫുഡ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടുന്ന് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. ഞാൻ ആ സൗണ്ട് നിങ്ങളെയും കൂടെ കേൾപ്പിച്ചു തരാം. അപ്പം നിങ്ങൾക്കും ആ ഒരു ഒറിജിനൽ ഫീല് കിട്ടും. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി. ഇനി ഈ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറാനുള്ള എൻട്രിയുടെ അവിടെ കൊണ്ടുവിടുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഖത്തർ എയർപോർട്ട്.
ഒരുപാട് മലയാളികളുണ്ടായിരുന്നു, ഒത്തിരി പേര് ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് എയർപോർട്ടിലെ സ്റ്റാഫുകൾ കുറേ പേര് മലയാളികളായിരുന്നു. ഈ റൺവേയിൽ നിൽക്കുന്നവരും ഈ ഇവിടെയൊക്കെ നിൽക്കുന്നതിലും ഒക്കെ മലയാളികളുണ്ടായിരുന്നു. അതുപോലെ ഈ ബസ്, ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്ന ബസ് ഓടിക്കുന്നത് വരെ ഒരു മലയാളിയാണ്. അങ്ങനെ പിന്നെ ചാടി കയറി ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും വെയിറ്റിംഗ് ഏരിയയിൽ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നു. ഇവിടെ ഖത്തർ എയർപോർട്ടിൽ റിക്ലൈനർ ചെയേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് അത്. അങ്ങനെ ഇതിൽ ഞാൻ കുറേ നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അവിടെ ഇരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേക്കും നമ്മുടെ ലേ ഓവർ ടൈം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുന്ന സമയമായി. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായി ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. 1, 2 ഒന്നും അല്ല, ഇഷ്ടം പോലെ ഫാൽക്കണുകൾ, അതും എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ട തൊപ്പിക്കുട്ടന്മാർ. അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫാൽക്കണുകളൊക്കെ അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞാനവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ ആരും ഇല്ലായിരുന്നു അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എനിക്ക് വിശന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതും പിന്നെ അതേപോലെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗേറ്റ് ഓപ്പൺ ആയി. ഞാൻ ഫ്ലൈറ്റിൽ കയറി. പുറത്ത് മഴ പെയ്ത കാരണം ഫ്ലൈറ്റിൻ്റെ വിൻഡോ മൊത്തം ഇങ്ങനെ വെള്ളത്തുള്ളികളായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഫ്ലൈറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. സാൻഡ്വിച്ചും പിന്നെ ഒരു നട്ട്സിൻ്റെ ബാറും പിന്നെ അതേപോലെ മഖാനയുടെ ഒരു ഇതും പിന്നെ അതേപോലെ ഒരു ഫ്രൂട്ടി പോലത്തെ ജ്യൂസും ഉണ്ടായിരുന്നു. ആണെങ്കിൽ ആ സാൻഡ്വിച്ച് ഒട്ടും കൊള്ളില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കൊള്ളില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെഴുതി വെച്ചേക്കുന്ന സംഭവമാണ് ദാനേ ദാനേ പേ ലിഖാ ഹേ ഖാനെ വാലാ കാ നാം. ആ ഒരു സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ടിഷ്യൂ ചുമ്മാ എടുത്ത് മുഖം തുടയ്ക്കുന്നതിലും ആ ഒരു മെസ്സേജൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബല്ലേ. അങ്ങനെ എൻ്റെ ദൈവമേ, ഞാൻ 1 വർഷത്തിന് ശേഷം നാട്ടിലെത്തി, എൻ്റെ സ്വന്തം നാട്. ഇനി ഇവിടുന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാഗും കളക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ പോണ വഴിക്ക് ഒരു കൊമ്പനെയൊക്കെ കണ്ടിട്ട് ഞാൻ നടന്ന് എസ്കലേറ്റർ ഇറങ്ങിച്ചെല്ലുന്നിടത്ത് ഒരു ചേച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ പെട്ടി കളക്ട് ചെയ്യാനുള്ള ബെൽറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പെട്ടികൾ വന്നു തുടങ്ങിയില്ല. പിന്നെ അവിടെ ഒരു സൈഡിലോട്ട് മാറി ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരോ പെട്ടികളായിട്ട് വന്നു തുടങ്ങി. എൻ്റെ ഒരു നീല പെട്ടിയായിരുന്നു. അപ്പോൾ ഓരോ നീല കാണുമ്പോഴത്തേക്കും എൻ്റെ മുഖത്ത് ഇങ്ങനെ പ്രതീക്ഷ വരും. പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ആ പ്രതീക്ഷ അങ്ങ് പോവും. എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എൻ്റെ സന്തോഷം. ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. പിന്നെ ഞാൻ പോയി ഒരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, പെട്ടി വരുമ്പോൾ തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിന് ശേഷം എൻ്റെ പെട്ടി വന്നു. പിന്നെ നമ്മളെ വിളിക്കാനായിട്ട് വണ്ടിയും വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ.